നമസ്കാരം. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് തിരിച്ചു വന്നിരിക്കുന്നു. ത്രസിപ്പിക്കുന്ന വിജയം എന്ന് തന്നെ പറയാം. ത്രില്ലടിച്ച മാച്ചായിരുന്നു. മുംബൈ ഇന്ത്യൻസ് 12 റൺസിന്റെ വിജയം കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുന്നു. വെരി ഗുഡ്. അങ്ങനെ തോറ്റു തൊപ്പിയിട്ട് പോയിന്റ് ടേബിളിന്റെ ഏറ്റവും അവസാനം കടന്ന മുംബൈ ഇന്ത്യൻസ് അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു. ഡൽഹിയെ, ഇതുവരെ തോൽക്കാത്ത ഡൽഹിയെ തോൽപ്പിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് തിരിച്ചടിച്ചിരിക്കുന്നു. ഇത് അവരുടെ തിരിച്ചുവരവായി കണക്കാക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ തിരിച്ചുവരവായി കണക്കാക്കാം. കാരണം ഇത്രയും കളി തോറ്റ് ഇന്നത്തെ ജയം വളരെ അനിവാര്യമായിരുന്നു. അവരുടെ ആ കോൺഫിഡൻസ് ലെവൽ, ആ ജയിച്ചപ്പോൾ ഉണ്ടായ അവരുടെ സന്തോഷം, അവരുടെ ഒരു എല്ലാവരും കൂടി ഒരുമയോടുകൂടി കെട്ടിപ്പിടി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയ്ക്ക് അവർ ആഗ്രഹിച്ച ഒരു ജയമായിരുന്നു. ഇന്നും കൂടി കളി തോറ്റിരുന്നെങ്കിൽ ആകെ കൂടി മാനസികമായിട്ടും കൂടി അവർ തകർന്നടിഞ്ഞേനെ. ഇന്നത്തെ ജയം നാളത്തെ അല്ലെങ്കിൽ അടുത്ത കളികളിലേക്കുള്ള ഒരു ഊർജം, ജയിക്കാനുള്ള ഒരു ഊർജം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. കരുൺ നായറിന്റെ 7 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന്, 7 കൊല്ലത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, ഹിന്ദുചൂടൻ പറഞ്ഞ പഴയ ഡയലോഗില്ലേ, അതുപോലെയായിരുന്നു കരുൺ നായരുടെ അടി. ആ അടി പോലും അവസാനം സത്യം പറഞ്ഞാൽ ഈസി ആയിട്ട് അവർ ജയിച്ചു പോകുമെന്ന് കരുതിയെടുത്തു നിന്ന് പറ വിക്കറ്റുകൾ. ലാസ്റ്റ് ഓവറിൽ 19ാമത്തെ ഓവറിൽ 3 റൺഔട്ട്, 1-2 അല്ല, ബുംറയുടെ 19ാമത്തെ ഓവറിൽ 3 റൺഔട്ടും കൂടി ആയപ്പോൾ തൃപ്തിയായി തികഞ്ഞു. അവര് കളി തോറ്റിരിക്കുന്നു. നമുക്ക് സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുംബൈക്കായിരുന്ന ബാറ്റിംഗ്. രോഹിത് ശർമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ഫോറൊക്കെ അടിച്ച് തുടങ്ങി. ഞാൻ കരുതി ഇന്നത്തിരി കാണാൻ പറ്റുമെന്ന് കരുതി. പക്ഷെ വീണ്ടും സ്വീപ്പിന് ശ്രമിച്ചു. LBWയിൽ കുടുങ്ങി. 18 റൺസ് മാത്രമായിരുന്നു വിക്കറ്റ്. വിപരാജ് നിഗം എന്ത് ചെയ്തു? വിക്കറ്റ് എടുത്തു. വെറും 2 ഫോറുകളും 1 സിക്സും 12 ബോളുകളിൽ 18 റൺസ് അടിച്ചു. റെക്കിൽട്ടൺ കുറെ വീണ്ടും ഫോം ആയിട്ടുണ്ട്. 25 ബോളിൽ 41 റൺസ് അടിച്ചു. റെക്കിൽട്ടനും രോഹിത് ശർമ്മ സത്യം പറഞ്ഞാൽ ഒരുവിധം നല്ലൊരു തുടക്കമാണ് മുംബൈ ഇന്ത്യൻസിന് നൽകി കൊടുത്തത്. അതൊരു 200ലേക്ക് പോകുമെന്ന് ആദ്യം തന്നെ നമുക്ക് അറിയാമായിരുന്നു. അതിനുശേഷം സൂര്യകുമാർ യാദവ് 40 റൺസ് അടിച്ചു. 28 ബോളുകൾ ഫേസ് ചെയ്തുകൊണ്ട് 2 സിക്സുകളും 5 ഫോറുകളും. സൂര്യകുമാർ യാദവും തിലക് വർമ്മയുമാണ് അവരെ വീണ്ടും എന്ത് ചെയ്തത്? ഈ പറയുന്ന കളിയിലേക്ക് കൊണ്ടുവന്നത്. തിലക് വർമ്മ എടുത്തു തന്നെ പറയണം. ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിലയിൽ ഏറ്റവും നന്നായി കളിച്ചത് തിലക് വർമ്മയാണ്. റിട്ടയർഡ് ഔട്ടാക്കിയ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. തുടർച്ചയായ 2 ഹാഫ് സെഞ്ചുറികൾ കൊണ്ടാണ് അവർ മറുപടി കൊടുക്കുന്നത്. അവരുടെ തന്നെ ടോപ്പ് സ്കോറർ ആവുകയും ചെയ്തു ആര്? തിലക് വർമ്മ. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ വന്നു, ടബേനെ പോയി. എങ്കിലും അവസാനത്തെ നമൻനീറിന്റെ ആദ്യത്തെ അവസാനത്തെ ഒരു അടിയുണ്ട്. 17 ബോളുകൾ നേരിട്ടുകൊണ്ട് 38 റൺസ് എടുത്തു. 3 ഫോറുകളും 2 സിക്സുകളും. അതിലാണ് അല്ലെങ്കിൽ ഒരു സമയത്ത് ഇവർ 200 കടക്കില്ലെന്നൊക്കെ തോന്നി. പിന്നീട് അവന്റെ ആ ഒരു അടിയെല്ലാം കൂടെ ആയപ്പോൾ എന്ത് ചെയ്തു? അവരങ്ങനെ 205 എന്ന് പറയുന്ന റണ്ണിലേക്ക് എത്തി ആര്? മുംബൈ ഇന്ത്യൻസ്. ഫസ്റ്റ് വിക്കറ്റ് 47 റൺസിനും, സെക്കൻഡ് വിക്കറ്റ് 75നും, പിന്നെ മൂന്നാമത്തെ വിക്കറ്റ് 135നുമാണ് പോയത്. പിന്നെ പറ വിക്കറ്റ് പോയി. 138 ഇല്ല, 138 വേറൊരു വിക്കറ്റ്, പിന്നെ 205നാണ്. 5 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവിടെ പിന്നീട് ബൗളിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ വിപരാജ് നിഗം അവൻ ഈ പറയുന്ന 2 വിക്കറ്റ് എടുത്തു. കുൽദീപ് യാദവ് 2 വിക്കറ്റ് എടുത്തു. അതാണ് അവരുടെ ബൗളിംഗ്. പിന്നീട് ഈ പറയുന്ന ഡൽഹിയുടെ ബൗളിംഗ് നിര വേറെ നമ്മൾ എടുത്തു പറയാൻ ആരും നമ്മുടെ കുൽദീപ് ഈ ഒരു ടൂർണമെന്റിൽ കിടിലമായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ അവർക്ക് ഓപ്പണറെ ഫസ്റ്റ് നഷ്ടപ്പെട്ടു. ഫോറിലും ഈ പറയുന്ന കരുൺ നായരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് അങ്ങോട്ട് അടി തുടങ്ങി. കരുൺ നായർ ഒരു അസാധ്യ അടിയായിരുന്നു. 7 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്ന കരുൺ നായർ 5 സിക്സുകളും 12 ഫോറുകളുമാണ്. വെറും 40 റൺസിലാണ്, 40 ബോൾ നേരിട്ടുകൊണ്ടാണ് 89 റൺസ് കരുൺ നായർ അടിച്ചിട്ടത്. അപ്പോൾ ഈ ഫോറിലും നായറും കൂടി ചേർന്ന് നിന്നുകൊണ്ട് കിടിലമായിട്ട് അവന്മാര് ബാറ്റ് ചെയ്തു. അവന്മാരുടെ സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ആദ്യം ഡക്കില് 1 റൺസ് പോലും എടുക്കാതെ 1 വിക്കറ്റ് ആയെങ്കിൽ പിന്നെ രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് 119 റൺസ് അടിക്കുമ്പോഴാണ് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് എന്ന് ഓർക്കണം. മനസ്സിലായോ? അതിനുശേഷം KL രാഹുലിനെ, കഴിഞ്ഞ വട്ടത്തെ ഹീറോ ആയി കഴിഞ്ഞ KL രാഹുല് ഈ വട്ടം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 15 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 15 റൺസ് മാത്രമാണ് എടുക്കുവാൻ സാധിച്ചത്. അക്ഷർ പട്ടേൽ ക്യാപ്റ്റനായതിനു ശേഷം ബാറ്റിംഗിൽ വലിയ ഫോമില്ല. ക്യാപ്റ്റൻസി മാത്രമേ കൊള്ളാവൂ. 9 റൺസ് അടിച്ചു. സ്റ്റബ്സ് 1 റൺസും, പിന്നീട് ശർമ്മ 17 റൺസും അടിച്ചു. പിന്നെ അങ്ങോട്ട് പറ വിക്കറ്റുകൾ പൊക്കിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? പിന്നെ ലാസ്റ്റ് 7 വിക്കറ്റ് പോയി. 19ാമത്തെ ഓവറിൽ ബുംറയുടെ പിന്നെ ഓവറാണ് സത്യം പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ്. അത് ബുംറയുടെ ഓവറിൽ
തുടർച്ചയായ 3 ഈ പറയുന്ന റൺഔട്ടുകളാണ് നേടിക്കൊടുത്തത്. അങ്ങനെ 3 പേരും പിന്നീട് റൺഔട്ട് ആവുകയും ബോൾ ഔട്ട് ആവുകയും 193 റൺസ് മാത്രമേ ഇവർക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. 19 ഓവർ ഫില്ലാകുമ്പോൾ 193 ഇവരെ ഓൾ ഔട്ടായി. അങ്ങനെ അപരാജിതരായി വന്നിരുന്ന ഡൽഹിയെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയാറ് മുംബൈ ഇന്ത്യൻസ്. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് കുറെ കാലത്തിന് ശേഷം മരുഭൂമിയിൽ മഴത്തുള്ളികൾ എന്ന പോലുള്ള ഒരു വിജയം, ഈ വിജയം അടുത്ത അവരുടെ ഒരു വിജയത്തിന്റെ യാത്രയ്ക്ക് ഒരു താങ്ങും തളനുമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എന്തായാലും മുംബൈക്ക് അഭിനന്ദനങ്ങൾ. ഇനിയെങ്കിലും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് IPL-ന്റെ ടേബിൾ ഇപ്പോൾ ആരൊക്കെയാണ് എവിടെയൊക്കെ എത്തി എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോ ഈ പറയുന്ന ഗുജറാത്ത് ഇന്നലെ ഡൽഹി ഫസ്റ്റ് ആയിരുന്നു, ഡൽഹി സെക്കൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഗുജറാത്ത് റൺ റേറ്റിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ഇപ്പോഴും 8 പോയിന്റുകളുമായി ഫസ്റ്റ് ആണ്. സെക്കൻഡ് ഡൽഹി, അതും 8 പോയിന്റ്. തേർഡ് RCB ഇന്ന് ഈ പറയും പോലെ നമ്മുടെ സഞ്ജുവിന്റെ ടീമിനെ ഒട്ടിച്ചിട്ട് തോപ്പിച്ചു കളഞ്ഞു. അത് പറയല്ലോ, ഫസ്റ്റ് കളി അവർ തോപ്പി. അങ്ങനെ സഞ്ജുവിന്റെ ടീം ഏറ്റവും താഴെ എത്തിയ 8ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. രാജസ്ഥാൻ റോയൽസ് 8ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ RCB ഈ പ്രാവശ്യം കപ്പും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് RCB കളിക്കുന്നത്. എന്തായാലും 6 കളികളിൽ 4 ജയവും 2 തോൽവിയുമായിട്ട് 8 പോയിന്റ്. അങ്ങനെ RCBക്ക്, അതായത് ഇവിടെ 1, 2, 3, 4 ടീമുകൾക്ക് 8 പോയിന്റ് ആണ്. അതായത് ഗുജറാത്ത്, ഡൽഹി, RCB, പിന്നീട് LSG, ഈ പറയുന്ന ലക്നൗ, ഈ പറയുന്ന 4 ടീമുകൾക്കും 8 പോയിന്റ് വീതമുണ്ട്. അതില് ഡൽഹി മാത്രം 5 കളി മാത്രമേ കളിച്ചു, ബാക്കി എല്ലാവരും 6 കളി കളിച്ചു. ഇങ്ങനെ 5ാം സ്ഥാനം KKR ആണ്. 6 പോയിന്റുമായിട്ട് നിൽക്കുന്നു. 6 കളികൾ കളിച്ചു, 3 ജയവും 3 തോൽവി. പിന്നീട് പഞ്ചാബും 6 പോയിന്റുമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ജയിച്ചതോടുകൂടി 7ാം സ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു 9ാം സ്ഥാനമായിരുന്നു, ഇന്ന് 7ാം സ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഈ പറയുന്ന സഞ്ജുവിന്റെ ടീമുണ്ട്, രാജസ്ഥാൻ റോയൽസ് ഉണ്ട്. അതിനും തൊട്ട് താഴെ പറയുന്ന നമ്മൾ ആരാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏറ്റവും താഴെയായിരുന്നു. അങ്ങനെ ഇന്നലത്തെ ഒരു കളി ജയിച്ചതോടുകൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് 9ാം സ്ഥാനത്തേക്ക് വന്നു. 8ാം സ്ഥാനമായിരുന്നു, ഇന്ന് മുംബൈ 8ാം സ്ഥാനത്തേക്ക് മാറിയപ്പോൾ സൺറൈസേഴ്സ് വെറും 9ാം സ്ഥാനത്തേക്ക് വന്നു. ഈ പറയുന്ന അവസാനത്തെ 10ാമത്തെ പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് എന്ത് ചെയ്തു, വാശിയുടെ പുറത്താണ് ചെന്നൈ നിൽക്കുന്നത്. ചെന്നൈ 6 കളി കളിച്ചു, 5ഉം 8 നിലയിൽ പൊട്ടി 2 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്ത് തുടരുന്നു. അപ്പോ ഇന്ന് എന്തായാലും ഇന്നത്തെ കളി മുംബൈയും ഈ പറയുന്ന ഡൽഹിയുമായിട്ടുള്ള കളി വളരെ ത്രസിപ്പിക്കുന്ന, വളരെ എന്ത് ചെയ്യുന്ന പറയുക, നമുക്ക് ആവേശഭരിതരാക്കുന്ന കളിയായിരുന്നു. സത്യം പറഞ്ഞാൽ തുടക്കമായപ്പോൾ ഞാൻ കുറച്ചു നേരം കളി കാണാതെ കൂട്ടിയിരുന്നു. മുംബൈ തോക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അതിനുശേഷമാണ് ഈ പറയുന്ന കണ്ടപ്പോൾ മുംബൈ ജയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കണ്ടത്. അതിനുശേഷം ഹൈലൈറ്റ്സും ഒക്കെ കണ്ടാണ് ഇതിന്റെ കാര്യം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും കരുൺ നായർ എന്ന് പറയുന്ന ബാറ്റ്സ്മാന്റെ പിന്നീട് അപാര ഫോമായിരുന്നു കാണാൻ സാധിച്ചത്. ബുംബ്രെ വരെ എടുത്തള്ളിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ബുംബ്രെ സ്ലോ ബോൾ വരെ വളരെ കൃത്യമായിട്ട് റീഡ് ചെയ്ത് വരുന്നവനും പോകുന്നവനെ എല്ലാത്തിനെയും അടിച്ചൊട്ടിയാക്കുന്ന ഒരു കരുൺ നായറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും മുംബൈക്ക് വിജയാശംസകൾ. ഇനി അതങ്ങോട്ട് തുടരുക. നിങ്ങളൊരു ടോപ്പ് 4ലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.